നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ മാസത്തെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കായുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിനെ ഇന്നലെ അവരുടെ പുതിയ കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ മാസം 2 മത്സരങ്ങൾ 2 കരുത്തുറ്റ ടീമുകളോടാണ് ബ്രസീലിന് കളിക്കാനുള്ളത്. ഒന്ന് ഇംഗ്ലണ്ടിനെതിരെയും ഒന്ന് സ്പെയിനെതിരെയുമാണ്. എന്തായാലും ആ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ബ്രസീലിൻ്റെ ആരാധകർ ഒരാളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് നെയ്മർ ജൂനിയറാണ്. പരിക്കേറ്റ് പുറത്താണല്ലോ. അദ്ദേഹം സൗദി അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്. തിരിച്ചിപ്പോൾ ബ്രസീലിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കോപ്പ അമേരിക്കയ്ക്ക് നെയ്മർ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇന്നലെ തൻ്റെ ടീം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഡൊറിവാൾ ജൂനിയർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നെയ്മറെക്കുറിച്ചുള്ള ചോദ്യം വന്നു. നെയ്മറെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും നെയ്മറെ ഞങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ കാര്യം ഉറപ്പിക്കാം. തൻ്റെ റിക്കവറി പ്രോസസ്സ് സ്പീഡാക്കാനുള്ള ശ്രമത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. ആദ്യം എല്ലാ പ്രോട്ടോക്കോൾസും നല്ല രൂപത്തിൽ പാലിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങളും ആ പ്രോട്ടോക്കോൾസിനെ ബഹുമാനിക്കുകയാണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ നെയ്മർ ഒരു വളരെ ഗ്രേറ്റ് പ്രൊഫഷണലാണ്. ഇത് മറികടക്കുക എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള കാര്യവുമാണ്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്മറുടെ ഇമ്പോർട്ടൻസ്, ടീമിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നെയ്മർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നെയ്മർ ജൂനിയർ നടത്തുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് ഡൊറിവാൾ ജൂനിയർ പറയുന്നത്. അപ്പം ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് കോപ്പ അമേരിക്കയ്ക്ക് നെയ്മർ ജൂനിയർ ബൂട്ട് കെട്ടും എന്ന തരത്തിൽ. പക്ഷേ ബ്രസീലിയൻ ടീമിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നെയ്മറുടെ റിക്കവറിക്ക് ഒരുപാട് സമയം വേണ്ടിവരും, കോപ്പ അമേരിക്ക അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞേക്കില്ല, അടുത്ത സീസണിൻ്റെ തുടക്കമാകുമ്പോഴേക്കും നെയ്മർ ജൂനിയർ പൂർണ്ണമായും സജ്ജനാവൂ എന്നായിരുന്നു. ഏതായാലും കാത്തിരിക്കാം. ഇവിടെ കോച്ചിൻ്റെ വാക്കുകൾ ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. നെയ്മർ തൻ്റെ റിക്കവറി പ്രോസസ്സ് വേഗത്തിലാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുമുണ്ട്. കാത്തിരിക്കാം നെയ്മറുടെ മടങ്ങി വരവിനായിട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.